ഗുഡ് മോർണിംഗ് ഡേസ്. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ 3 രാജ്യങ്ങളുടെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്, പണപ്പെരുപ്പ് നിരക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഒന്ന് ജർമ്മനിയുടെ പണപ്പെരുപ്പ് നിരക്കായിരുന്നു. അത് കൂൾ ഡൗൺ ആയിട്ടുള്ളൊരു നിരക്ക് വന്നതുകൊണ്ട് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. ഈവൻ US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെ. അതിനുശേഷം ഏകദേശം ഇന്ത്യൻ സമയം ഒരു 5:00 കൂടിയിട്ട് ആദ്യം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. കോർ ഇൻഫ്ലേഷൻ 3.2% ഒരു ഫോൾ രേഖപ്പെടുത്തി. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമുക്ക് വന്നത്. അതിനുശേഷം ഇന്ത്യൻ സമയം ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് US-ലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. പക്ഷേ US-ലെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നതിന് മുമ്പ് തന്നെ US-ൽ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. US-ലെ ഇൻഫ്ലേഷൻ സ്ലൈറ്റ്ലി അപ്പായിരുന്നു എങ്കിലും ഈ ഒരു വന്ന ഒരു എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലുള്ള ഈ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റ കാരണം അവിടുത്തെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കട്ട് ചെയ്യുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്നുള്ള ജെഫ്രീസിൻ്റെ എല്ലാം തന്നെ ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ US മാർക്കറ്റ് ശക്തമായിട്ട് തന്നെ റാലി രേഖപ്പെടുത്തി. അതുമാത്രമല്ല, നെറ്റ്ഫ്ലിക്സ് അവരുടെ സ്റ്റോക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആപ്പിൾ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള ആപ്പിളിനെയും $205 ടാർഗറ്റ് പ്രൈസായിട്ട് വെച്ചു. ഈ ഒരു റീസൺ കാരണം US മാർക്കറ്റ് ഇന്നലെ അതിഗംഭീരമായിട്ടുള്ളൊരു റാലിയാണ് രേഖപ്പെടുത്തിയത്. നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എവിടെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് ചോദിച്ചാൽ, ഗിഫ്റ്റ് നിഫ്റ്റി അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് യെസ്റ്റർഡേ ക്ലോസ് കാണാം, ഇപ്പോഴത്തെ ഓപ്പണിംഗ് കാണാം. അതായത് 3:00 നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ആകുന്ന ഇന്ത്യയിലെ നമ്മളുടെ കറൻറ്റ് മന്തിലെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് ഗിഫ്റ്റ് നിഫ്റ്റി. ഈ കോൺട്രാക്റ്റ് റാലി ചെയ്യുന്നതും ഫോൾ ആകുന്നതാണ് നമുക്ക് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ 3:00 ക്ലോസ് ചെയ്തതിന് ശേഷം എത്രയോ സമയം ട്രേഡ് രേഖപ്പെടുത്തുന്നുണ്ടല്ലേ. അതിനർത്ഥം നമ്മളൊരു ഓപ്പൺ ഒരു കോൾ ബൈ ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ പുട്ട് ബൈ ചെയ്ത് വെച്ചാലോ നമുക്ക് കിട്ടുന്ന ലാഭം, ഈവൻ നഷ്ടം, ഇതൊന്നും തന്നെ നമ്മളുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെയാണോ റാലി രേഖപ്പെടുത്തിയത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളായിട്ടും വരുന്നത്. നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ആദ്യം പോകാം, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഓറോമിൻഡോ ഫാർമയെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇവരുടെ ഈ ഒരു പ്ലാന്റ് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരുന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ WHO എല്ലാം തന്നെ ഇൻസ്പെക്ഷൻ നടത്തി. അതിനുശേഷം അപ്രൂവൽ കിട്ടിയതിനെ തുടർന്ന് ഈ ഒരു പ്ലാന്റിൽ നിന്നുള്ള പ്രവർത്തനം, മെഡിസിൻ്റെ ഉൽപ്പാദനം കമ്പനി ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി റൈറ്റ് ഇഷ്യൂയിലൂടെ $350 കോടി റൈസ് ചെയ്യുകയാണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവരുടെ നിലവിലുള്ള സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വില കുറച്ച് വീണ്ടും സ്റ്റോക്കുകൾ ബൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കും. കഴിഞ്ഞ ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു റൈറ്റ് ഇഷ്യൂ പേപ്പറിലെല്ലാം തന്നെ വലിയ പേജിലുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് ക്യാപിറ്റൽ കമ്പനി ഇവർ ഇലക്ട്രിക്കൽ കമ്പനിയായിട്ടുള്ള ഈഫിനായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് വാങ്ങുമ്പോൾ ഫിനാൻസ് കൊടുക്കാനായിട്ട് മുത്തൂറ്റ് ക്യാപിറ്റൽ തയ്യാറാണ്. ICC പ്രൊഡൻഷ്യൽ കമ്പനി ഇവരൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിനേക്കും ലംസം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. കൂടാതെ തന്നെ SIP ആണെങ്കിൽ കൂടിയും മന്ത്ലി 2 ലക്ഷം ആണ് പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം സെബിയുടെ എല്ലാം തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എസ്പെഷ്യലി കമ്പനികളിൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇന്നും അതത്ര നല്ല ന്യൂസ് അല്ല. ഷാൽബി ഹോസ്പിറ്റൽ രംഗത്തുള്ള ലീഡിങ് കമ്പനിയാണ്. അപ്പോൾ ഒരു ഹീലർ ഹോസ്പിറ്റലിലെ $104 കോടി വീണ്ടും അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഹീലർ ഹോസ്പിറ്റലിന് സിഗ്നേച്ചർ ഗ്ലോബൽ കമ്പനി ഇവർ ഡൽഹിയിൽ ഏകദേശം ഒരു 1.5 ഏക്കറിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് കോംപ്ലക്സുകൾ നിർമ്മിച്ച് കൊടുക്കാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട്. ജെ കെമിക്കൽ കമ്പനി ഇവർ ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടും. $221 ഇവരുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. ഹിൻഡ്വെയർ ഹോം ഇന്നൊവേഷൻ കമ്പനി ഇവരുടെ CFO കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. പേടിഎം നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പേടിഎമ്മിന് തേർഡ് പാർട്ടി ലൈസൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ RBI ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ള 2 ന്യൂസുകളാണ് പേടിഎമ്മിനെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ എനിവേ ഇതിൻ്റെ ഡേറ്റ് അടുത്തു, മാർച്ച് 15-നാണ്. LT ഫിനാൻസ് കമ്പനി ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷനായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാ കമ്പനിക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് $1249 കോടി ഓർഡർ കിട്ടി. HJ ഇൻഫ്രാ കമ്പനി $700 കോടി ഓർഡർ കിട്ടി. ഡൈനാമിക് സർവീസ് കമ്പനി അവർക്ക് ബംഗാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ കിട്ടി. ലിഖിത ഇൻഫ്രാ കമ്പനി $106 കോടി ഓർഡർ കിട്ടി.
ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഫർദറായിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് FISൻ്റെ ആക്ടിവിറ്റീസാണ്. FIS ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ 73 കോടി രൂപയുടെ ബൈ, DIs 2358 കോടി രൂപയുടെ ബൈ നടത്തി മാർക്കറ്റിനെ ഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 57% ഷോർട്ട് പൊസിഷൻ കുറച്ചു. ലോങ് പൊസിഷൻ 43-ൽ നിന്ന് 43-ലേക്ക്, 41-ൽ നിന്ന് 43-ലേക്ക് ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ US VIX 2.5% ഇടിഞ്ഞ് 11, നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് 1.5% റാലി, ഡോ 235 പോയിൻറ്റിൻ്റെ റാലി. ഇന്ത്യ വിക്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ബിറ്റ് കോയിനിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞ് $2159 പെർ ഔൺസ് എന്ന നിലയിലാണുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ICICI ബാങ്കും എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും HDFC ബാങ്ക് 2% റാലി രേഖപ്പെടുത്തി. റിലയൻസും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുഎസിലെ മേജർ ടെക്നോളജി കമ്പനീസിൽ NVIDIA ചിപ്പ് നിർമ്മാണ കമ്പനി 7% റാലി. കൂടാതെ തന്നെ നെറ്റ്ഫ്ലിക്സ് 1.5%, അങ്ങനെയുള്ള എല്ലാ ടെക്നോളജി കമ്പനീസും, ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനീസും, ഫേസ്ബുക്കെല്ലാം തന്നെ 3.5%, മൈക്രോസോഫ്റ്റ് 2% മികച്ച റാലി രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ പ്രധാനമായിട്ടും ഇന്ന് ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടു ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി. ഒറ്റ ക്യാൻഡിൽ 200 പോയിൻറ്റിൻ്റെ റാലി, അതിനുശേഷം അടുത്ത ക്യാൻഡിൽ 200 പോയിൻറ്റിൻ്റെ ഡൗണ്. അപ്പോൾ ഒരു 2 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 400 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ചാണ്. ഇത് തന്നെയാണ് ഇന്നലെ ഫിൻ നിഫ്റ്റിയുടെയും ട്രേഡിംഗ് റേഞ്ച്, 400 പോയിൻറ്റ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ PCR 0.7 ആണ്. കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതൽ കാണുന്നുണ്ട്. 47,300 സ്പോട്ട്, 48,000 വലിയ ക്യാൻഡിൽ കാണാം റെസിസ്റ്റൻസ് സോൺ, 47,000 സപ്പോർട്ട് സോൺ, 46,000 അടുത്ത സപ്പോർട്ട് സോൺ, 46,500 അടുത്ത സപ്പോർട്ട് സോൺ, 46,000, 46,500, 47,000 സപ്പോർട്ട് സോൺ, 47,500, 48,000, 48,500 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എനിവേ ഇന്നത്തെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പരമാവധി നമ്മൾ ന്യൂസുകൾ ഷെയർ ചെയ്യാറുണ്ട്. അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്, അതും ചെക്ക് ചെയ്യാം. ജോയിൻ ചെയ്യുക, ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് കാണാം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.